ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഈ ഒരു റെസിപ്പി ഫ്ലേവർ ലോക്കറി ಸ್ಪೆಷಲ್ ಕರಿ ಐತಿಕ್ಕರು ತೂ ಸೀಸನ್ ಆಯ್ತು ഒരു ഞങ്ങൾക്ക് കിറ്റ് ഒരു ജാക്ക് ഫ്രൂട്ട് സീഡ്സ് ഇട്ടിട്ട് ചനദാൽ ഇട്ടിട്ട് ട്രഡീഷണൽ വേയിൽ ഞങ്ങൾ കറിയാക്കിരി ക്രാബ് ಸೊ ನಿങ്ങളೊಟ್ಟಿಗೆ ಇಂದು ಅದು ಶೇರ್ ಹಾಕಿಂಟಿಲ್ಲಿ ಅದರೊಟ್ಟಿಗೆ ನಾನು ಫಸ್ಟ್ ಜಾಕ್ ಫ್ರೂಟ್ ಕಟ್ಟಾಕಿ എടുക്കുവാണ്ട് ഞങ്ങളെ മോമിൻ്റെ ನೇಬರ್ ಐತಿക്ക് ഈ ഒരു ജാക്ക് ഫ്രൂട്ട് തന്നത് അമ്മ തരുമ്പോഴത്തേക്കു നല്ല ഉണ്ട്. ബട്ട് ನಾ ಒನ್ ಡೇ ಬೆಚ್ಚಿ ತಾಮೋತಗು ಅದು ഒരു തെല്ല് സ്പോയിലായിട്ട്. സോ ഞാൻ നെക്സ്റ്റ് ഡേ നോക്കി താമത്തേക്ക് അത് ഒരു തെല്ല് ഒരു സൈഡ് സ്പോയിലായിട്ട് വന്നോട്ടുണ്ടല്ലേ. സോ ಅದಕ್ಕಾಗಿ ನಾನು അത്ര ഏരിയത്തെ ഞാൻ കട്ടാക്കിയിട്ട് എടുത്തോണ്ടേ ഇന്നും ಯಾರ ಸ್ಪಾಯ್ಲ್ അവിടെ വേണ്ട ഇന്ന് വെച്ച് ആവലച്ചെന്നിട്ട്. സോ ബട്ട് അതൊരു കട്ടാക്കി താമത്ത് മാഷാല്ല എന്തോ ഒരു നല്ല സ്മെല്ലായി തിന്നിട്ട് പിന്നെ നല്ല സ്വീറ്റ് ഇന്നിട്ട് ഈ ഒരു ജാക്ക് ഫ്രൂട്ട് തന്നതിക്ക് ആൻറ്റിക്ക് ചെമ്മ താങ്ക്സ് ആയിത്തിക്ക്. ചെമ്മ ടൈമിൽ ഞങ്ങൾ ജാക്ക് ഫ്രൂട്ടും തിന്നിട്ടില്ല ಅಂತ ನಾನು ತಿನ್ನಾಟ ചെമ്മ ഇയേഴ്സും ആയി തിന്നിട്ട്. പിന്നെ എൻ്റെ ഹസ്ബൻഡിക്ക് തിന്നാട്ട് അറൗണ്ട് 10 ഇയേഴ്സ് ಯಾರಾಯ್ತಿಕ್ಕು ജാക്ക് ഫ്രൂട്ട് തിന്നോക്കു കിട്ടിയിട്ടില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡ് രാത്രി പണ്ട് ടൈമിൽ അൺസീസൺ ആയിത്തേക്ക് ജാക്ക് ഫ്രൂട്ട് തിന്നോക്കിയിട്ടില്ല. പിന്നെ ഞങ്ങൾ പോകേണ്ട ടൈമിലും ആ ടൈമിലും അതേപോലെ അൺസീസൺ ആയിത്തേക്ക് ഞങ്ങൾക്ക് കൊമ്പോകാവില്ല. സോ ഈ പട്ട ഞങ്ങൾക്ക് തെലാണ്ടി തന്നതിൽ ഞങ്ങൾക്ക് തെല്ല എങ്കും തിന്നോക്കിയിട്ടിട്ട് പിന്നെ അതിലുള്ള ചെമ്മത്തെ കാട്ട ഇട്ട് ബട്ട് ഇത്രയും കിട്ടിയിരോ. സോ ഈ ഒരു ജാക്ക് ഫ്രൂട്ട് തന്നതിൽ ആൻറ്റിക്ക് ചെമ്മ താങ്ക്സ്. നല്ല സ്വീറ്റ് ഇട്ട് പിന്നെ ക്രാബ് എടുത്തുനിന്ന് ಅದರೆಲ್ಲ ಕ್ಲೀನ್ ಹಾಕಿತ್ತು ನಾನು വെച്ചിട്ട് പുട്ടെ പിന്നെ കറിയാക്കുക ഭർത്തായി വന്ന്. പിന്നെ ഒരു പാനിൽ ഞങ്ങൾ തെല്ല് കോക്കനട്ട് ഓയിൽ എടുത്തല്ലോ 2 ടേബിൾ സ്പൂൺ അത്ര ഒരു തെല്ല് ജീരകം 1.5 ടീസ്പൂൺ അത്ര ധനിയ കൊറിയാൻഡർ സീഡും പിന്നെ തെല്ല് ബഡി സോഫ് ഇട്ടോണ്ടേ ഇട്ടിട്ട് 2 to 3 മിനിറ്റ്സ് തെല്ലിങ്ങനെ അതിരെ സ്മെൽ പണ്ടത്തോളം ഫ്രൈ ആക്കിയല്ലോ. അത് പിന്നെ 1 മീഡിയം സൈസിൽ ഓണിയൻ്റെ ഞാനിട്ടിട്ട് പിന്നെ ടർമറിക് ഇട്ടേ ഒരു 1/2 ടീസ്പൂൺ കാണും തെല്ല് ടർമറിക് യൂസ് ആക്കിയോണ്ട് പിന്നെ കൊറിയാൻഡർ കറി ലീവ്സ് ആഡ് ആക്കിയിട്ട് റോസ്റ്റ് ആക്കിയിട്ട് ഇത്ര ചപ്പയാവുക വെച്ച് പൊട്ടേ ചപ്പയായതിന് ഞങ്ങൾ ഇതിലെല്ലാം ബ്ലെൻഡ് ആക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ സെയിം പാനിൽ ഒരു തെല്ല് മെത്തി സീഡ്സ് ഉണ്ടല്ലേ അത് ആഡ് ആക്കിയോണ്ട് അതിൽ പിന്നെ കൊക്കോനട്ട് ഗ്രേറ്റ് ആക്കിയിട്ട് ആഡ് ആക്കിയോണ്ട് ഇതിൻ്റെ കളർ ഫുള്ള് ചേഞ്ച് ആവത്തുള്ളൂ. ലൈറ്റ്ലി ഗോൾഡൻ കളർ ആവത്തുള്ളൂ ഞങ്ങൾ ഫ്രൈ ആക്കിയിട്ട് എടുത്തുള്ളൂ. ഇത്ര ആയാൽ പിന്നെ അതിലും ചപ്പയാവുക വെച്ച് കൊടുക്കുക. അതിൽ പിന്നെ 5-6 ಬ್ಯಾಡಿಗೆ ರೆಡ್ ಚಿಲ್ಲಿ ಇಟ್ಟಿತ್ತು ಸಪ್ರೇಟ್ ಆಯ್ತು. ಇದಕ್ಕೆ ಆಯಿಲ್ ಎಂದು ಇಡಾಂಟ್ ഇങ്ങനെ റോസ്റ്റ് ആക്കിയിട്ട് എടുത്തോളൂ. ഇതെല്ലാം ഇട്ടിട്ട് ഞങ്ങൾ സ്മൂത്ത് ആക്കിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ കളർ വന്നിട്ട് നോക്കൂ. ഇത്തിരി സ്മൂത്ത് ആക്കിയിട്ട് ബ്ലെൻഡ് ആക്കിയിട്ട് സൈഡിൽ വെച്ച് കൊടുക്കുക. ഇപ്പം ഞങ്ങളുടെ ലാർജ് ഒരു കടായിൽ 4 to 5 ടേബിൾ സ്പൂൺ അത്ര കോക്കനട്ട് ഓയിൽ ആഡ് ആക്കിയോണ്ട് 1 സിനമൺ സ്റ്റിക്ക് 3 ക്ലോവ്സും പിന്നെ കറി ലീവ്സ് ആഡ് ആക്കിയോണ്ട് 3 മീഡിയം സൈസ് ഓണിയൻ്റെ സ്ലൈസസിൽ കട്ടാക്കിയിട്ട് ആഡ് ആക്കിയിട്ട് ഞങ്ങൾക്കെല്ലാം അതിൽ കളർ ഉണ്ടല്ലേ ഇങ്ങനെ ലൈറ്റ് ഗോൾഡൻ ബണ്ടത്തോളം ഫ്രൈ ആക്കിയിട്ട് എടുത്തോളൂ. അതിൽ പിന്നെ സെയിം ക്വാണ്ടിറ്റിയിൽ ഞങ്ങൾ 3 മീഡിയം സൈസിൽ ടൊമാറ്റോയുടെ സ്ലൈസസിൽ കട്ടാക്കിയിട്ട് ആഡ് ആക്കിയോളുക. ഇതിൽ ഒട്ടിಗೆ ನಾನು 4 hours ഒരു 2 ടേബിൾ സ്പൂൺ അത്ര ചന ദാലിൻ്റെ സോക്കാക്കിയിട്ട് വെച്ചിരുന്നേ. പിന്നെ ജാക്ക് ഫ്രൂട്ട് സീഡ്സ് ഇവിടെ ಬೇಬಾಟಿಟ್ಟು ഇട്ടതല്ല ഞാൻ ഇങ്ങനെ റോ ഇട്ടോണ്ട് ഇത് തെല്ലേറെ കുക്കാവുക യാറെ ടൈം എടുത്തോണ്ട് ഇതിനെല്ലാം നല്ല മിക്സ് ആക്കിയല്ലോ. മിക്സ് ആക്കിയിട്ട് സോൾട്ട് ഇട്ടിട്ട് മുച്ചിട്ട് ഞങ്ങൾ ഇത് ಬೇವ್ದು ತೋಲು ತೆಲ್ ಕುಕ್ಕಾಕಿತ್ತು എടുത്തോളൂ. തെല്ലേറെ ടൈം ಯಾರು എടുക്കരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ജാക്ക് ഫ്രൂട്ട് സീഡ് കുക്കാക്കിയിട്ട് ഇട്ടിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ഇഷ്ടം അങ്ങനെയും ആക്കാം. എനിക്ക് അങ്ങനെ ഇഷ്ടമുണ്ട് അങ്ങനെ ആക്കാം. എനിക്ക് ഇഷ്ടമില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ಬೇಬಾಟುമ്പോൾ അതിൽ ലൈറ്റ് ബ്രൗൺ കളർ ಬಿಡ್ರು. സോ അത് പിന്നെ ഒരു ടൈപ്പ് ഒരു സ്മെൽ ಬಂದು പിന്നെ അത് ടേസ്റ്റ് ഒരു തെല്ല് എന്തമാ പോലെ ഫീൽ ആവും. അത് കഴിഞ്ഞിട്ട് ഞാൻ അവോയ്ഡ് ആക്കറ് അങ്ങനെ കുക്കാക്കിയിട്ട് എടുത്തോണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ആക്കാം. ഇതിൽ മുച്ചിട്ട് ഒരു 5 minutes കുക്കാക്കിയിട്ട് എടുത്തോളൂ. മിഡിൽ തെൽ ചെക്കാക്കിയിട്ട് ഇക്കോಡು. ನಾ ಉಡೆ ಮಿಡಲ್ ಪಾಡ ವರ್ಕತೆ ಚೆಕ್ ಹಾಕ್ಯೊಂಡ್ರೆ ಉಡೆ ಇನ್ನೂ ತೆಲ್ಲು ಬೇಯೋಗು ಬಾಕಿ ಉಂಡು. ಚನಾ ದಾಲಿ ಬೇಯೋಗು ತೆಲ್ ಬಾಕಿ ಉಂಡು. ಸೊ ಜಾಕ್ ಫ್ರೂಟ್ ಸೀಡುം തെല്ലാര പിടിക്കറ്. സോ ഇതിന് നാ തെല്ല്
ತಣ್ಣಿ ಆ್ಯಡ್ ಹಾಕಿತ್ತು ಪಾಡೆ ಮುಚ್ಚಿ വെച്ചിട്ട് 5 minutes കുക്കാക്കി എടുത്തോളുടെ ഓൾമോസ്റ്റ് കുക്കായിട്ട് വന്നൊരു തെല്ല് ബാക്കിയിട്ട് അത് കഴിത്ത് 5 minutes മുಚ್ಚി വെച്ചാൽ പിന്നെ ഇപ്പം ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ മസാലും ഓണിയൻ ടൊമാറ്റോ എല്ലാം സ്മൂത്തായിട്ട് ഓരോ എന്തായിട്ട് സോഫ്റ്റായിട്ട് പിന്നെ ഞങ്ങളുടെ ജാക്ക് ഫ്രൂട്ട് സീഡും ചനദാലും എല്ലാം പെർഫെക്റ്റ് ആയിത്തൂടെ കുക്കായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കു പിരിയാവും നൈഫിൽ ജസ്റ്റ് ഇങ്ങനെ കട്ടാക്കിയിട്ട് നോക്കൂರು ഇല്ലെങ്കിൽ പോക്കാക്കിയിട്ട് നോക്കൂರು ഇപ്പം ഇത് ഞങ്ങൾ പേസ്റ്റ് ആക്കി വെച്ചിരുന്നാല് മസാല അത്ര ആഡ് ആക്കിയല്ലോ അത് ആഡ് ആക്കിയിട്ട് നല്ല മിക്സ് ആക്കിയിട്ട് എടുത്തോളുക ഇപ്പം മിക്സിയുടെ ജാറിಗೆ ತೆಳ್ಳು ತಣ್ಣಿ ಬೇಯ್ತಿತ್ತು ಬೆಚ್ಚ ತಣ್ಣಿ ಆ್ಯಡ್ ಹಾಕ್ಯಲ್ಲರು ಅದೇ ತಣ್ಣೀರೆ ಮಿಕ್ಸ್ ಹಾಕಿತ್ತು ಈ ಮಸಾಲೆಗೆ ಆ್ಯಡ್ ಹಾಕ್ಯಲ್ಲನು ಆ್ಯಡ್ ಹಾಕಿತ್ತು ಮಿಕ್ಸ್ ಹಾಕಿತ್ತು ನೋಕರು ನಿಂಗೆ ಎತ್ತರ ಕರೀರೆ ಥಿಕ್ನೆಸ್ ಬೇನೋ ಥಿನ್ ಬೇನಾ ಥಿಕ್ ಬೇನಾ ಅದರ കൺസിസ്റ്റൻസിനെ മെയിൻറ്റെയിൻ ആക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തണ്ണി ആഡ് ആക്കിയല്ലോ തണ്ണി എപ്പോഴും ആഡ് ആക്കുമ്പോഴത്തേക്കും വെച്ച തണ്ണിയെ കറിയെ ആഡ് ആക്കിയല്ലോ ഞാൻ എപ്പോഴും ചൊല്ലുടെ എപ്പോഴും ഏ കറി ആക്കുറെങ്കും ഏ ഗ്രേവി ആക്കുറെങ്കും തണ്ണി എപ്പോഴും വെച്ച തണ്ണി ആഡ് ആക്കിയല്ലോ അപ്പോൾ അത് ടേസ്റ്റിൽ എന്തും ചേഞ്ചസ് ಬಂದಿಲ್ಲ ಇല്ലെങ്കിൽ ಟೇಸ್ಟ್ ಉಂಡಲ್ಲಿ ತೆಲ್ಲಿ ಆರಕ್ಕೂ ರೆಡಿ ಆವಡು ನಾವು ನಕ್ಕೆ ಎತ್ತರ ಥಿಕ್ನೆಸ್ ಬೇನೋ ಅತ್ತರೆ 1 ಗ್ಲಾಸ್ ಹತ್ರ ತಣ್ಣಿ ಆ್ಯಡ್ ಹಾಕ್ಯಂಡ್ರೆ ಮುಚ್ಚಿ വെച്ചിട്ട് 4 to 5 minutes നല്ല ബോയിൽ ബറോഗ് ಬೇಕರೆ നല്ല ബോയിൽ ಬಂದൽ പിന്നെ ഞങ്ങൾ ക്ലീൻ ആക്കിയിട്ട് വെച്ചിരുന്നല്ലേ ക്രാബ് അതുകൂടെ ആഡ് ആക്കിയിട്ടുള്ളേ ആഡ് ആക്കിയിട്ട് നല്ല ആക്കിയിട്ട് മിക്സ് ആക്കിയಲ್ವ മിക്സ് ആക്കിയിട്ട് 4 to 5 minutes ഞങ്ങൾ പാടെ ഇದ್ರೆ കുക്ക് ആക്കിയല്ലോ ಇದಕ್ಕೆ ಬಾಯ್ಲ್ ಬಂಡೆ ಪೋನೋಲೂಡೆ 4 to 5 minutes ಬಿಫೋರೇ ನಾ ಕರಿ ಲೀವ್ಸ್ ಆ್ಯಡ್ ಹಾಕಿಂಡ್ರೆ ಇದು ಚೆನ್ನಾಗಿ ಕ್ರ್ಯಾಬ್ ಜಸ್ಟ್ ಸ್ಟೀಮಿಲೇ ಬೇಗಮೇ ಬೆಂದು പോണ്ടു സോ കറി ലീവ്സ് എല്ലാം ഇട്ടിട്ട് 2 to 3 minutesക്ക് മുച്ചി വെച്ചിട്ട് നല്ല ബോയിൽ ബർബാട്ടിരെ ഞങ്ങളിവിടെ വെച്ച നല്ല ഫാന്റാസ്റ്റിക് ടേസ്റ്റ് ആയിട്ടിട്ട് നല്ല ബായിലിപ്പം നോക്കുമ്പോഴത്തേക്ക് തന്നി വന്നുകൊണ്ടുണ്ട് ഇത് ഞങ്ങൾ ബാലയുടെ ഇലക്ക് നിങ്ങൾ ഇഷ്ടം പിന്നെ നിങ്ങൾ ബോയിൽ റൈസിൽ തിണ്ടെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ആയിട്ടിക്കറ് ഈ ക്രാബും ചനദാലും പിന്നെ ജാക്ക് ഫ്രൂട്ട് സീഡ്സ് ഇട്ട ഒരു കറി ഫാന്റാസ്റ്റിക് ടേസ്റ്റ് ആയിട്ടിട്ട് ഇതിൽ നിങ്ങൾ അപ്പത്തൊട്ടുക്കും ട്രൈ ആക്കുക ഇഡ്ഡലി റൊട്ടിക്കും ഫാന്റാസ്റ്റിക് ആയിത്തിക്കറ് പിന്നെ ഇന്നത്തെ ഈ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടില്ലെങ്കിൽ ನನ್ನ ಚಾನಲ್ ಫ್ಲೇವರ್ ಲಾಗ್ಗೂ ಲೈಕ್ ಹಾಕ್ರು ಶೇರ್ ಹಾಕ್ರು ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕೋಗೂ ಮರಕಂಡ ಪ್ಲೀಸ್ ಸಬ್ಸ್ಕ್ರೈಬ್ ಹಾಕಿ ಸಪೋರ್ಟ್ ಹಾಕ್ರು ಥ್ಯಾಂಕ್ ಯು ಫಾರ್ ವಾಚಿಂಗ್